ഹലോ എവ്രി വൺ. അപ്പം നമുക്ക് സൺഡേത്തെ റിവ്യൂ തുടങ്ങിയാലോ. എല്ലാവരും ബി കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു സൺഡേ എപ്പിസോഡ്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ലാലേട്ടൻ വന്നത് ഇട്ടിമാനിയിലിട്ട ഷർട്ടൊക്കെ ആയിട്ടാണ്, ഡ്രാഗൻ്റെ ഷർട്ടൊക്കെ ആയിട്ടാണ്. നല്ല അടിപൊളി ഷർട്ടായിരുന്നു, നല്ല കോസ്റ്റ്യൂമായിരുന്നു. പിന്നെ ഫസ്റ്റ് സീൻ തന്നെ കാണിച്ചത് എവിക്ഷനെ കുറിച്ചാണ്. നമ്മുടെ രഞ്ജിത്തിനെ എവിക്ഷൻ ചെയ്തു. അത് കുറച്ച് എനിക്ക് സങ്കടമായിട്ട് തോന്നി. ബിക്കോസ് അയാൾക്കൊരു ടൈം കിട്ടിയില്ല. എന്തിനാണെങ്കിലും ഒരു എക്സ്പോഷറിന് ഒരു ടൈം വേണ്ടേ, അതിനുള്ള ടൈം പോലും കൊടുത്തില്ല. അറ്റ്ലീസ്റ്റ് ഈ വീക്ക് എവിക്ഷൻ വേണ്ടാന്ന് വയ്ക്കുമായിരുന്നു. ബട്ട് ടു ബി ഫ്രാങ്ക്, ഹി വാസ് നോട്ട് ആക്റ്റീവ് ആസ് വെൽ. അയാൾ ആക്റ്റീവ് അല്ലായിരുന്നു. അപ്പോൾ എവിക്ഷനിൽ ആര് ഔട്ടാവുമെന്ന് അത് വന്നപ്പോൾ ഞാൻ വിചാരിച്ചത് രഞ്ജിത്ത് തന്നെ ഔട്ടാവും എന്നായിരുന്നു. അപ്പോൾ അതിൽ തന്നെ നമുക്ക് മനസ്സിലാവാം, ഔട്ട് ഓഫ് ദോസ് കാൻഡിഡേറ്റ്സ് ഹി വാസ് നോട്ട് ഡിസേർവ്ഡ് അല്ലേ. പിന്നെ കാണിച്ചത് നമ്മളെ എന്താ പറയുക, ബാക്കി എല്ലാവരും സേഫായി, സേവ് ചെയ്തു. ഗ്രാജുവലിയാണ് സേവ് ചെയ്തത്, പക്ഷെ എല്ലാവരും സേവ്ഡ് ആയിട്ടോ. പിന്നെ കാണിച്ചത് ഒരു പരാതി പെട്ടീൻ്റെ ഒരു ഹാഫ് ആൻ അവർ പരാതി പെട്ടീൻ്റെ ഡിസ്കഷൻസ് ആയിരുന്നു. അതിൽ എക്സാജറേറ്റഡ് ആയിട്ട് എനിക്ക് കുറച്ച് തോന്നിയ പരാതി പെട്ടി എന്താണെന്ന് വെച്ചാൽ ആദില നൂറേൻ്റെ കംപ്ലയിൻറ്റ് അഗെയിൻസ്റ്റ് അനീഷായിരുന്നു. അത് നോർമൽ പരാതി, ഓക്കെ, ലീവ് ഇറ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതല്ലാത്ത അതിൽ എഴുതാത്തൊരു പരാതി ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ അത് മിഞ്ഞാന്ന് ഇവർ ആൾക്കിട്ട പേരിന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അല്ലാതെ ഇപ്പോൾ അതിൽ നമ്മൾ കണ്ട എപ്പിസോഡിൽ അയാൾ അനാവശ്യമായിട്ടൊന്നും പറയണത് ഞാനൊന്നും കണ്ടിട്ടില്ല. ഉപദേശിക്കുന്ന മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇനി അതിൻ്റെ ഇടയിൽ വല്ലതും കണ്ടു എന്നൊന്നും അറിയില്ല, പക്ഷെ എനിക്കൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. പിന്നെ ഇന്നലത്തെ ഫുൾ എപ്പിസോഡ് അനീഷിനെ പൊക്കി പറയുന്ന കാര്യങ്ങളായിരുന്നു. അത് വലിയ കാര്യമാക്കണ്ട, ബിക്കോസ് വരും എന്താ പറയുക, ആഴ്ചകളിലെ എപ്പിസോഡ്സിൽ അയാൾക്ക് ഒരുപാട് നന്നായിട്ട് കിട്ടാനുള്ളതാണ്. അതിനുള്ളതായിരിക്കും ചിലപ്പോൾ കാണിക്കുന്നത്. പിന്നെ നമ്മുടെ പക്ഷെ ഇന്നലത്തെ എപ്പിസോഡിൽ അനീഷിന് റീച്ച് കിട്ടിയിട്ടോ. പിന്നെ അനുമോളുടെ പറച്ചിലില്ല, അക്ബറിൻ്റെ നോട്ടം, അത് ചോദിച്ചപ്പോൾ അനുമോളുടെ ഉരുണ്ടുകളി, എനിക്ക് ആ കണ്ടസ്റ്റൻ്റ് ഇഷ്ടമല്ല സത്യം പറഞ്ഞാൽ. ഉരുണ്ടുകളി കുറച്ച് ഓവറായിട്ട് തോന്നി. അങ്ങനെയല്ല, ഇങ്ങനെയാണ്, ഇതെന്താ ഉദ്ദേശിച്ചതെന്ന് ആ പറച്ചിൽ തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ അത് ദേഷ്യത്തിൽ ഇങ്ങനെ നോക്കി, പിന്നെ ദേഷ്യത്തിൽ നോക്കിയാൽ ഇന്ന് വരെയും അയാളെ നോട്ടം ശരിയല്ല, അയാൾ എന്തൊരു ഭാവമാണ് നോക്കണം, അങ്ങനെ നമ്മൾ പറയല്ലാതെ ആളെ നോട്ടം ശരിയല്ല എന്നുള്ള രീതി പറയുമ്പോൾ അത് എന്താ ഉദ്ദേശിച്ചത് അവിടെ ക്ലിയർ കട്ടാണ്. പിന്നെ ലാലേട്ടൻ ചോദിച്ചപ്പോൾ എന്താ ഉരുണ്ട് കളിച്ചു എന്ന് മാത്രം അല്ലേ. പിന്നെ അവിടെ ഇന്നേഴ്സിൻ്റെ കാര്യം ഡിസ്കഷൻ, അത് പിന്നെ ഏത് ബേബി സീസൺ വന്നാലും ഇന്നേഴ്സിൻ്റെ ഒരു ഇഷ്യൂ അവിടെ ഉണ്ടാവും, അതിപ്പോൾ ഇത്ര വലിയ കാര്യമൊന്നുമല്ല. പിന്നെ അതിൻ്റെ ഇടയിൽ അഭിലാഷിൻ്റെ ഒരു ഷോ ഓഫ് എൻ്റെ പൊന്നെ, അടിച്ച് പുറത്താക്കടാ അതിനൊക്കെ. അല്ല എൻ്റെ റീൽസൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചവൻ കുറച്ച് കൂളാണെന്ന്. ഇത്ര വലിയ അത് പറഞ്ഞതുപോലെ തന്നെ ഫ്ലെയർ ചെയ്തത് നിങ്ങളല്ല ആദ്യം, സത്യം ഓവറാക്കരുത് ഒന്നും. ഓക്കെ, ഇന്നലെ വലിയ കാര്യമായിട്ട് എപ്പിസോഡ്സിൽ വേറെ ഒന്നും ഇപ്പോൾ കണ്ടിട്ടില്ല, ഇതൊക്കെ തന്നെ കണ്ടിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ ഇടയിൽ കിളിപ്പോയോ എന്ന് ഷാരികയോട് ചോദിച്ചു. ഷാരിക KB ഷാരികയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇൻ്റർവ്യൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ മനസ്സിലായില്ലേ, ഇൻ്റർവ്യൂ ചെയ്യണ പോലെയല്ല വന്ന് കളത്തിൽ ഇറങ്ങുമ്പോൾ എന്ന് മനസ്സിലായില്ലേ, അത് മനസ്സിലാക്കി. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻ്റ് എന്നല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഷാരിക എന്നുള്ള ആൾ കേട്ടോ. പിന്നെ രേണുസുതി കുറച്ചും കൂടി ആക്റ്റീവായ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബാക്കിയുള്ളവരും ഓക്കെ, നന്നായി കളിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം ഇനി വെറും ആഴ്ചകളിൽ ആരായിരിക്കും പോവുക, എന്താ സംഭവം നമുക്ക് കണ്ടറിയാം. അപ്പോൾ അതായിരുന്നു ഇന്നലത്തെ BB എപ്പിസോഡ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രൊമോ കാണിച്ചു. ഓൾറെഡി അത് പ്രാങ്ക് ആയിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാനുള്ളതേ ഉള്ളൂ, ബിക്കോസ് ഇറ്റ്സ് എ പ്രാങ്ക് ഷോ എന്ന് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് മിക്കവാറും ഒരു പ്രാങ്ക് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് പിന്നെ കണ്ടിട്ട് ബാക്കി പറയാം. ബൈ.